കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ ഒരു സാമുദായിക വിവാദം കൂടി അതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. അത് കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് PM-ശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയിൽ ആദ്യം ഒപ്പിടാൻ മടിച്ചതും പിന്നെ ഒപ്പിടാൻ വിസമ്മതിച്ചതും പിന്നീട് അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിൽ ഒപ്പിട്ടതും പിന്നീട് ആ ഇട്ട ഒപ്പ് മരവിപ്പിച്ചതും അതിനിടയ്ക്ക് കിട്ടിയ കാശ് വാങ്ങിച്ചതും പുതിയ സർക്കാർ അതിനോട് സ്വീകരിക്കുന്ന സമീപനവുമാണ്. ഞാനീ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം സർക്കാർ ഈ PM-ശ്രീ പദ്ധതിയെ അടിമുടി വിമർശിച്ചു. ഇതിലൊരു കാരണവശാലും കേരളം ഭാഗപക്കാകുകയില്ല എന്ന് ശഠിച്ചു. അതേസമയത്ത് കേരളം ഒഴികെ ഉള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന കാശ് വാങ്ങിക്കുകയും ചെയ്തു. കേരളം മാത്രം മസിൽ പിടിച്ച് നെഞ്ച് പിടിച്ചിങ്ങനെ നിന്നു. ഞങ്ങൾ ഒരു കാരണവശാലും പണം വാങ്ങുകയുമില്ല, PM-ശ്രീയിൽ ഒപ്പിടുകയുമില്ല, ഈ PM-ശ്രീ പദ്ധതി പ്രകാരം നടപ്പാക്കപ്പെടുന്ന വിദ്യാലയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കുകയുമില്ല. ഈ പടം വെപ്പിനോടാണ് എതിർപ്പ്. ആ ഒരു പടമില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഈ പടം എന്ന് പറഞ്ഞാൽ വെറും ഒരു പടമാണ് എന്ന് വിചാരിച്ചാൽ പ്രശ്നം തീരുന്നേ ഉള്ളൂ. പിന്നെ PM-ശ്രീ എന്ന പേരിനോടും എതിർപ്പുണ്ട്. അത് CM-ശ്രീ ആയിരുന്നെങ്കിൽ അവർക്ക് വലിയ എതിർപ്പുണ്ടാവില്ലായിരുന്നു. എന്ന് മാത്രമല്ല വലിയ ആനുകൂല്യം ഉണ്ടാവുകയും ചെയ്തത്. എല്ലാ വിദ്യാലയങ്ങളിലും പിണറായി വിജയൻ്റെ പടം വയ്ക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പണം കിട്ടിയില്ല, പണം അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ പോലും കേരള ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും അന്നത്തെ മന്ത്രി ശിവൻകുട്ടിയും തയ്യാറാവുമായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ പടം വയ്ക്കണം, പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കണം എന്നുള്ളതാണ്. എന്നാലേ PM-ശ്രീയുടെ പണം മാത്രമല്ല സർവ്വശിക്ഷാ അഭിയാൻ്റെ പണവും അനുവദിക്കുള്ളൂ. അതാണ് പ്രശ്നം. ഇനി PM-ശ്രീയിൽ കിട്ടുന്ന നക്കാപ്പിച്ച വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ സർവ്വശിക്ഷാ അഭിയാൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ പല കാര്യങ്ങളും മുടങ്ങും. ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ശിവൻകുട്ടി അറിയാതെ ഗവൺമെൻറ് സെക്രട്ടറി ഡൽഹിയിൽ പോയി കടലാസ് ഒപ്പിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ശിവൻകുട്ടി വിവരം പറഞ്ഞത്. അപ്പോൾ ഇത് ആരോട് ചോദിച്ചിട്ട് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ പിണറായി വിജയൻ കൽപ്പിച്ചു, ഗവൺമെൻറ് സെക്രട്ടറി പോയി ഒപ്പിട്ടു എന്നുള്ളതാണ് സത്യസന്ധമായ ഉത്തരം. ഇത് ഒപ്പിട്ട വിവരം പത്രത്തിൽ വായിച്ചാണ് ശിവൻകുട്ടി വിവരം അറിഞ്ഞത്. അപ്പോൾ ശിവൻകുട്ടി ചോദിച്ചപ്പോൾ ഇതാരി, അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്. പിന്നെ പുള്ളിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് വെറും ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വയ്ക്കാൻ നോക്കിയെങ്കിലും ഈ CPI-കാരെന്ന് പറഞ്ഞ സാമദ്രോഹികൾ അതിൻ്റെ പുറത്ത് കയറി ഉടക്കി. ഇതങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല, പണം വാങ്ങാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ ശിവൻകുട്ടി സഖാവ് ഗവൺമെൻറ് സെക്രട്ടറി വിളിച്ചിട്ട് താൻ ഒപ്പിട്ടത് തുപ്പൽ കൂട്ടി മാറ്റി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഗവൺമെൻറ് സെക്രട്ടറി മായ്ക്കാൻ ചെന്നപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് അങ്ങനെ ഒരിക്കലും ഒപ്പിട്ടത് മായ്ക്കാൻ പറ്റുകയില്ല, മായ്ക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൂടി തോന്നണം, മാത്രമല്ല ഇതിന് കീഴിൽ പൈസ പോലും ഇനി അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഗതി ഏതാണ്ട് സോഡാ കുപ്പിക്കകത്തിട്ട രാശിക്കായ പോലെ ഇനിയിപ്പോൾ കുപ്പി പൊട്ടിച്ചാൽ ഈ രാശിക്കായ അഥവാ ഗോട്ടി പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ മാറുന്നത്. അപ്പോൾ സഖാക്കൾക്ക് എളുപ്പമായി, ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ പെട്ടിലേക്ക് വെക്കാമല്ലോ. അങ്ങനെ UDF സർക്കാർ അധികാരത്തിൽ വന്നു. നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയായി. N. ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയായി. ഷംസുദ്ദീൻ ശിവൻകുട്ടിയുടെ പോലെയുള്ള അത്യാവശ്യം കാര്യവിവരമുള്ള ആളാണ്, ഗ്രാഹ്യമുള്ള ആളാണ്. പുള്ളിക്ക് മലയാളം മാത്രമല്ല ഇംഗ്ലീഷും വായിച്ചാൽ മനസ്സിലാവും. പുള്ളി കടലാസെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ സംഗതി ഇരിപ്പതാണ്. കാരണം എന്താ വെച്ചാൽ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടു. അതിൻ്റെ അർത്ഥം കേരളം PM-ശ്രീയിൽ ചേരാൻ തീരുമാനിച്ചു, അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മറ്റ് 27 സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് ആർക്കും യാതൊരു ആക്ഷേപവും ഇല്ല, അവിടെ എല്ലാം പണം കൃത്യമായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഷംസുദ്ദീൻ നോക്കിയപ്പോൾ വെറുതെ കാശ് കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഏതായാലും ഒപ്പിടുകയും ചെയ്തു, കാശ് കിട്ടുന്നുമില്ല, എന്നാൽ പിന്നെ അതങ്ങ് നടപ്പാക്കി കളയാം എന്നാണ് പുള്ളി പറയുന്നത്. ലീഗുകാരുടെ നയം പണ്ടും അത് തന്നെയാണ്, അച്ചാരം കിട്ടിയാൽ അമ്മായിയെ കെട്ടാം എന്നൊരു പഴഞ്ചൊല്ല് ഈ തെക്കേ മലബാറിൽ പല ഭാഗത്തുമുണ്ട്, അത് മണ്ണാർക്കാട് മണ്ഡലത്തിലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും കാശ് കിട്ടുന്ന കാര്യമാണ്, അത് കളയേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ബലാലിൻ്റെ പടം 5 6 അല്ലെങ്കിൽ 7 8 സ്കൂളുകളുടെ ആ ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കുന്നുണ്ട്, എന്താണ് പ്രത്യേകിച്ച് തകരാറ് എന്ന് ഷംസുദ്ദീന് മനസ്സിലാവുന്നില്ല. അതിന് കൂടെ VD സതീശൻ്റെയും N. ഷംസുദ്ദീൻ്റെയും കൂടി ഓരോ പടം ഫ്രെയിം ചെയ്ത് തൂക്കിയാൽ മതി, പ്രശ്നം തീർന്നു. വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും താങ്കളുടെയും കൂടി പടം വയ്ക്കാം. അതുകൊണ്ട് ഇപ്പോൾ എന്താ ദോഷമുള്ളത്? യാതൊരു ദോഷവും ഇല്ല എന്നാണ് ഷംസുവിൻ്റെ അഭിപ്രായം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല, KPCC പ്രസിഡൻറ്റും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ആർക്കും ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. പിന്നെ ആകെ വന്നിട്ട് പോയിട്ട് ഇതിനെതിരെ പറയാൻ സാധ്യതയുള്ള ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ ജിഹുകളായിട്ടുള്ള മാധ്യമ ദിനപത്രവും പിന്നെ മീഡിയ വൺ ചാനലുമാണ്. അവരാണിപ്പോൾ വീക്ഷണത്തെക്കാളും അതുപോലെ ചന്ദ്രയേക്കാളും ശക്തമായിട്ട് സർക്കാരിനെ പിന്തുണക്കുന്നത്.
അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. എങ്കിലും ചന്ദ്രികയെ ലോകമല്ലേ, പങ്കില മാനസർ കാണുകയില്ലേ എന്ന രീതിയിലാണ് ഈ അടുപ്പൂട്ടി ചർച്ചക്കാർ പോകുന്നത്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. സംഘപരിവാറിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റിയില്ല. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ, അയാളുടെ പടപ്പ് എവിടെയെങ്കിലും വെക്കുന്നതുകൊണ്ട് എന്താ ദോഷം വരുന്നത്? അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന നിലക്കാണ് അവർ പോകുന്നത്. പക്ഷേ ഈ സമസ്ത എന്ന് പറഞ്ഞ വേറൊരു കൂട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാരുടെ ഒരു സംഘടന. അതിൽ രണ്ട് ഗ്രൂപ്പുണ്ട്. ഒന്ന് ലീഗിന് കീഴ്പ്പെട്ട് കഴിയുന്ന ലീഗിൻ്റെ പോഷക സംഘടന എന്ന് പറയാവുന്ന ഒരു സംഘടനയാണ്. അതാണ് EK വിഭാഗം. പിന്നെ അതിനോട് വലിയ എതിർപ്പുള്ള CPM-നോട് ചായ്വുള്ള മറ്റൊരു വിഭാഗമുണ്ട്. അതാണ് AP വിഭാഗം. അപ്പോൾ AP വിഭാഗക്കാർ പണ്ട് തൊട്ടേ PM ശ്രീക്കെതിരാണ്. EK വിഭാഗക്കാരും എതിരായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ, സർക്കാർ വന്നവരെ. ഇപ്പോൾ പഴയ പോലെ എതിർക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ആൾക്കാരാണ് നാട് ഭരിക്കുന്നത്. നമ്മുടെ പാർട്ടിയാണ് ലീഗ്. ആ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച സംസുവാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എതിർക്കുന്നതിനുള്ള പരിമിതികളുണ്ടെങ്കിൽ പോലും ഇനി സമസ്ത എന്തുകൊണ്ട് എതിർത്തില്ല എന്നൊരു ചോദ്യം വരരുതല്ലോ. അതുകൊണ്ട് അമ്മായി കുടിച്ചു പാൽക്കഞ്ഞി എന്ന് ഒരു ചൊല്ലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സമസ്ത ഒരു എഡിറ്റോറിയൽ വെച്ച് കാച്ചിരിക്കുകയാണ്, സുപ്രഭാതം പത്രത്തിൽ. ആ പത്രത്തിൻ്റെ സർക്കുലേഷൻ വളരെ കുറവാണ്. പക്ഷേ ചില TV ചാനലുകാർ കൂടി സമസ്ത എതിർത്തു. സമസ്തയുടെ എതിർപ്പിലൊന്നും വലിയ കാര്യമില്ല. സമസ്ത എതിർത്തില്ല, എതിർക്കാഞ്ഞ് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനൊരു മുഖപ്രസംഗം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം തന്നെ എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഷംസുദ്ദീൻ സാഹിബും ഷാജി സാഹിബും PK ബഷീർ സാഹിബും നമ്മുടെ ഗഫൂർ സാഹിബും ആരും തന്നെ തലയിൽ തുർക്കി തൊപ്പി വയ്ക്കാതെ വന്ന് സത്യവാചകം ചൊല്ലിയത്? അതൊക്കെ പണ്ട് വയ്ക്കാമായിരുന്നു, ഇനി വയ്ക്കാൻ പറ്റിയില്ല. അവർക്കറിയാം അങ്ങനെ ചില പരിമിതികളുണ്ട്. പണ്ടത്തെ കാലമല്ല. പണ്ട് ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും, അതിനു മുമ്പ് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും, അതിനു മുമ്പ് നമ്മുടെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയൊക്കെ പ്രധാനമന്ത്രിമാരായിരുന്നപ്പോഴും, നരസിംഹത്തിൻ്റെ കാലത്തുമൊക്കെ ഇവർ തുർക്കി തൊപ്പി വെച്ചു സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത്. ഇനി അങ്ങനെ തൊപ്പി വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഇവർക്കറിയാം. അപ്പോൾ അത് മാറ്റി. ഇനി തൊപ്പിയില്ലാത്തതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് വല്ല ദോഷവും സംഭവിച്ചു? ഇല്ല. സാധാരണ അള്ളാഹുവിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്യാറ്. ഇത്തവണ അതും വേണ്ടെന്ന് വെച്ചു. ദൈവത്തിൻ്റെ പേരിൽ ചെയ്താലും പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്താൽ ഒരു പക്ഷേ ഗവർണർ ഇയാളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറിനടിയിൽ ചിലപ്പോൾ ഒപ്പിടാൻ വിസമ്മതിച്ചു. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ സംഗതി പണി പാളിയില്ലേ, പിന്നെ കോടതി പോട്ടെ. പിന്നെ അള്ളാഹു ദൈവം ഒന്നാണെന്ന് തെളിയിക്കേണ്ടി വരും. അതൊക്കെ വലിയ പണിയാണ്. അതുകൊണ്ട് ആ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ നിയമസഭയിലും അത് തന്നെ ആവർത്തിച്ചു. ആർക്കും ഒരു സംശയം ഉണ്ടായില്ല. അപ്പോൾ MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ അള്ളാഹു വേണ്ട, ദൈവം മതി. ദൈവം അള്ളാഹു ഒന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ അത് തന്നെയാണ്. അതാണ് അതിൻ്റെ രീതി. ഇനി അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. MG യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം തരം സംഘപരിവാറുകാരനെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടായോ? എന്ന് മാത്രമല്ല, ദളിത് ബുദ്ധിജീവികൾ കോരിത്തരിച്ചു. അവർ പറഞ്ഞു, കേരള ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ തവണ ഒരു ദളിതനെ വൈസ് ചാൻസലറാക്കി. മിണ്ടാൻ പറ്റുമോ? സമസ്തക്കാർക്ക് വല്ലതും പറയാൻ പറ്റുമോ? അംബേദ്കറൈറ്റ് ബുദ്ധിജീവികൾക്ക് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ സംഘപരിവാറുകാരനാണോ അല്ലോ എന്നുള്ളതല്ല പ്രധാനം, ഇയാൾ ദളിതനാണോ അല്ലോ എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിയെ നിയമിച്ചു. ഇനി അതിന് ശേഷം സെനറ്റിലേക്കും മറ്റുമൊക്കെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ 30 പേരെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ 17 പേര് RSSകാരാണ്. ആർക്കെങ്കിലും വല്ല ആക്ഷേപമുണ്ട്? SFIക്കാർ പ്രതിഷേധിച്ചു, ചുമ്മാ പ്രതിഷേധിച്ചു. പക്ഷേ മന്ത്രി റോജി എന്താ പറഞ്ഞത്? റോജി പറഞ്ഞത് അതൊക്കെ പണ്ടേ തുടങ്ങിയതാണ്, ഞങ്ങളായിട്ട് തുടങ്ങിയതല്ല, ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായി എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, പ്രതിഷേധമുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറഞ്ഞോളാം. തൽക്കാലം നിങ്ങൾ അടങ്ങിയിരിക്കുക. നമുക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. 5 കൊല്ലമുണ്ടല്ലോ. ഇപ്പോൾ ഭരണം തുടങ്ങിയതേ ഉള്ളൂ, 1 മാസം പോലും ആയില്ല. അപ്പോൾ തൽക്കാലം അതൊക്കെ അങ്ങനെ നടന്നു പോട്ടെ. അപ്പോൾ ആ താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നു. എവിടെ? MG യൂണിവേഴ്സിറ്റി. ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ നിയമനം കിട്ടുന്ന ആളുകൾ എല്ലാവരും അല്ല, പക്ഷേ നല്ല ഒരു വിഭാഗം ആളുകൾ സംഘപരിവാറുകാരായിരിക്കും എന്ന് പറയും. അപ്പോൾ അതൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും പിന്നെ മറ്റ് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് ലീഗിന് ഈ കാര്യത്തിൽ വലിയ അഭിപ്രായമൊന്നുമില്ല. PM ശ്രീകളിന് കാശ് കിട്ടുമെങ്കിൽ അത് മേടിക്കാം. വന്ദേമാതരം പാടിയപ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റുന്നില്ലേ? ഇല്ല, ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും വന്ദേമാതരമുണ്ട്. ആ നയപ്രഖ്യാപന വേളയിൽ നിയമസഭയിൽ പോലും വന്ദേമാതരം ആരംഭിച്ചു. ഇതിനോടൊക്കെ വലിയ താത്വികമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് ദാർശനികമായിട്ടൊക്കെ എതിർപ്പുള്ള ആളുകൾ എല്ലാവരും എഴുന്നേറ്റുന്നു. ഒരാൾക്കെങ്കിലും അന്ന് ഇരുന്ന് പ്രതിഷേധിക്കാൻ തോന്നിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ആലപിക്കുമ്പോഴും ഇവരിതൊക്കെ തന്നെ ചെയ്യും. ഭാരതമാതാവിൻ്റെ പടം വയ്ക്കുമ്പോൾ അതിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തും. കാരണം കാലം മാറി. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കൊല്ലം കുറച്ചായില്ലേ?
1947 ഇന്ത്യ അല്ല, 2026 ഇന്ത്യ. 2027 ആകുമ്പോൾ പിന്നെ മാറും. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന കാര്യം കോൺഗ്രസ്സുകാർക്ക് നേരത്തെ അറിയാം, ഇപ്പോൾ ലീഗുകാർക്ക് മനസ്സിലായി. ഇത്ര കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് PM ശ്രീയിൽ ഇനി വല്ല ഒപ്പും ഇടാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി പെട്ടെന്ന് ഇടുക, കിട്ടാനുള്ള കാശും മേടിക്കുക. മലബാറിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഇജ്ജനും ഉജ്ജനും ഉറുപ്പിക കിട്ടണം എന്നില്ല, എട്ടണമെങ്കിൽ എട്ടണ കിട്ടണതായി എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി ഷംസുദ്ദീൻ എൻ്റെ ഒരു സുഹൃത്താണ്. ഷംസുവിനോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഇജ്ജനും ഉജ്ജനും ഉറുപ്പിക കിട്ടണം എന്ന് നിർബന്ധം പറയരുത്. എട്ടണമെങ്കിൽ എട്ടണ കിട്ടണത് ഉള്ള നേരത്തെ കാലത്തെ മേടിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്, ഷംസുവിനും നല്ലത്.